എറണാകുളത്ത് അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 4 വയസ്സുകാരിയെ നിരന്തരമായി പീഡനത്തിനിരയായി എന്ന വാർത്തയിൽ ഞെട്ടലിലാണ് നാടും ആ കുഞ്ഞിൻ്റെ ബന്ധുക്കളുമൊക്കെ. കേൾക്കുന്നത് നടക്കുന്ന വാർത്തയെന്നും വിശ്വസിക്കാനാകില്ല എന്നും തിരുവാണിയൂർ പഞ്ചായത്ത് അംഗം ബിന്ദു 24നോട് പറഞ്ഞു. കുഞ്ഞ് ഇത്രയും വേദനകൾ അനുഭവിച്ചു എന്നറിഞ്ഞത് മാധ്യമങ്ങളിലൂടെ എന്നായിരുന്നു അംഗനവാടി ടീച്ചറുടെ പ്രതികരണം. അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 4 വയസ്സുകാരി പീഡനത്തിനിരയായി എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത്. 2 ദിവസമായി നടന്ന ചോദ്യം ചെയ്യലിൽ കുട്ടിയുടെ അച്ഛന്റെ ഇളയ സഹോദരൻ കുറ്റം സമ്മതിച്ചു. 2.5 വയസ്സ് മുതൽ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നതായി പ്രതി പോലീസിന് മൊഴി നൽകി. കുട്ടിയുടെ വീട്ടിലും സ്വന്തം വീട്ടിലും വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു. രാത്രിയിൽ പ്രതിയോടൊപ്പം കുട്ടി ഉറങ്ങിയിരുന്ന സമയത്തും ലൈംഗികമായി പീഡിപ്പിച്ചതായി പ്രതി പോലീസിനോട് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജൻ ഡോക്ടർ ലിസ ജോൺ നൽകിയ സൂചനകളാണ് കേസിൽ വഴിത്തിരിവായത്. കൊല്ലപ്പെടുന്നതിന് തലേ ദിവസവും കുട്ടി പീഡനത്തിനിരയായി. പീഡന വിവരം കുട്ടിയുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നുവെന്ന സൂചനയും പോലീസിനുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അമ്മയുടെ മൊഴി പോലീസ് ശേഖരിച്ചു വരികയാണ്. കുട്ടിയെ രക്ഷിച്ചുവെന്ന് മാത്രമാണ് അമ്മ പോലീസിനോട് പറഞ്ഞത്. സ്വകാര്യ ഭാഗങ്ങളിൽ വേദനയുണ്ടെന്ന് കുട്ടി ടീച്ചറോട് പറഞ്ഞതായി പ്രദേശവാസികൾ പോലീസിനോട് പറഞ്ഞു. മൂത്രാശയ രോഗമായിരിക്കുമെന്ന് ടീച്ചർ ബന്ധുക്കളോട് പറഞ്ഞതായാണ് വിവരം. എന്നാൽ ഒരു തരത്തിലുള്ള വേദനയും കുട്ടി തന്നോട് പങ്കുവച്ചിട്ടില്ലെന്നാണ് അങ്കണവാടി ടീച്ചറുടെ പ്രതികരണം. പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്കണവാടി ടീച്ചറെയും കസ്റ്റഡിയിലുള്ള അമ്മയെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പുത്തൻകുരിശ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പോക്സോ, ബാലനീതി നിയമം തുടങ്ങിയവ ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമ്മയാൽ കൊല ചെയ്യപ്പെട്ട 4 വയസ്സുകാരി മരിക്കുന്നതിനു മുൻപ് അച്ഛന്റെ ബന്ധുവിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ പീഡനമാണ്. പ്രതി പോലീസിന് കൊടുത്ത മൊഴിയിലെ വിവരങ്ങൾ കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ക്യാമറ പേഴ്സൺ അഭിജിത്തിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. റാഫി കരീം വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലാണ് റാഫി ഇപ്പോഴുള്ളത്. റാഫി, റൂറൽ എസ് പിയുടെ പ്രതികരണം നമ്മൾ കണ്ടു. ഇനി പോലീസിന്റെ നീക്കങ്ങൾ എന്താണ്? ഇതിലിപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാം എന്ന് പോലീസ് സംശയിക്കുന്നത് കുഞ്ഞിൻ്റെ അമ്മയാണ്. അവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകും. അത് കസ്റ്റഡിയിൽ വിട്ട് കിട്ടിയതിന് ശേഷമായിരിക്കുമല്ലോ ഇനി പോലീസിന്റെ അടുത്ത നീക്കങ്ങൾ, അല്ലേ? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രതി ഇതിനോടകം തന്നെ പോലീസിനോട് ചില വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്, ഒന്ന്, ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള കുറ്റം ഇയാൾ സമ്മതിക്കുകയാണ്. ഈ കുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചിട്ടുണ്ട്. ഇയാൾ 2.5 വയസ്സ് മുതൽ 4 വയസ്സ് വരെയാണ് ഈ കുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചത്. ഈ പീഡിപ്പിക്കുന്നത് ഇതിൽ ഇയാൾക്ക് ലഭിച്ച അവസരങ്ങളെക്കുറിച്ച് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. കാരണം രാത്രിയിൽ ഇയാളോടൊപ്പം കുട്ടി ഉറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പലപ്പോഴും. ഈ അവസരങ്ങളിലെല്ലാം തന്നെ കുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പീഡന വിവരം കുട്ടി മറ്റാരോടും പറയില്ല എന്നുള്ളതായിരുന്നു ഇയാൾ പ്രതീക്ഷിച്ചിരുന്നത്. ഈ കുട്ടി ഈ വിവരം പറയില്ല എന്നുള്ള ധൈര്യം ഇയാൾക്കുണ്ടായിരുന്നു. കുട്ടിയുടെ വിശ്വാസവും സ്നേഹവും മുതലെടുത്താണ് ഇയാൾ ഇത്തരത്തിലുള്ള ഒരു പീഡനം നടത്തിയത്. കുട്ടിയുമായി അടുത്തിടപഴകുന്നത് ഇയാൾക്ക് എളുപ്പമുള്ളൊരു കാര്യമായിരുന്നു. മറ്റാരും ഇയാളെ സംശയിക്കുന്നുണ്ടായിരുന്നില്ല. വളരെ വലിയ സ്നേഹമായിരുന്നു കുട്ടിയോട് ഇയാൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചിരുന്നത്. ഇതെല്ലാം മുതലെടുത്താണ് ഇത്തരത്തിൽ ഒരു ക്രൂരമായ പീഡനം ഈ കുട്ടിക്ക് നേരെ ഇയാൾ നടത്തിയത്. ഈ വിവരങ്ങളാണ് ഇയാൾ ഈ പോലീസിനോട് പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി പോലീസിനെ പരിശോധിക്കേണ്ടതുണ്ട്. അല്പസമയം മുൻപാണ് ഈ വീട്ടിലെ ഫോറൻസിക് പരിശോധന പൂർത്തിയായത്. വീട്ടിൽ ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഇയാൾ നൽകിയ മൊഴിയിൽ ഇനി കുറച്ച് സ്ഥിരീകരണങ്ങൾ വേണ്ടതുണ്ട്. അത് അമ്മയിൽ നിന്നാണ് ലഭിക്കേണ്ടത്. കാരണം ഈ കുട്ടി പീഡനത്തിനിരയായോ എന്നുള്ള കുട്ടി പീഡനത്തിനിരയായി എന്നുള്ള വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നോ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിലുള്ള മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഈ അമ്മ ഇത് അറിഞ്ഞത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു ഹീനമായ കൃത്യം ചെയ്യാൻ കാരണമായത് എന്നുള്ളതാണ്. കാരണം ഒരു കുട്ടിയെ, 4 വയസ്സ് മാത്രമുള്ള കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊല്ലാൻ ആ അമ്മയ്ക്ക് ഉള്ള പ്രേരണ അത് ഈ വിവരങ്ങൾ അറിഞ്ഞത് മൂലമാണോ എന്നുള്ളതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്മയോട് പോലീസ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തൻ്റെ കുട്ടിയെ രക്ഷിച്ചു എന്ന് മാത്രമാണ് അമ്മ പോലീസിനോട് പറയുന്നത്. ഈ രക്ഷിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതെന്താണ് എന്നുള്ളതാണ് പോലീസ് ഇനി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ, ഈ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഒപ്പം തന്നെ ഈ കുട്ടി പീഡനത്തിന് ഇരയായതിനു ശേഷം കുട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അമ്മയോടോ മറ്റു ബന്ധുക്കളോടോ ഒപ്പം തന്നെ അംഗൻവാടിയിലെ ടീച്ചറോടോ മറ്റു വിവരങ്ങൾ കുട്ടി പങ്കുവച്ചോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളുടെ മൊഴി ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാന നീക്കം. ഇത് ബന്ധുക്കളിൽ നിന്നായിരിക്കും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ മൊഴികൾ ശേഖരിക്കുക. ഒപ്പം തന്നെ ഈ
ഈ പ്രതി നിലവിൽ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഇനി പ്രതിയെ കോലഞ്ചേരി മജിസ്ട്രേറ്റ് മുന്നിലോ മൂവാറ്റുപുഴ പോക്സോ കോടതിയിലോ ഹാജരാക്കണം. തുടർന്നായിരിക്കും പോലീസ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് അടക്കമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. ഈ പ്രതിയുമായുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അതിനുശേഷമായിരിക്കും ഉണ്ടാകുക. ഏതായാലും ഇനി ഇതുവരെ കാര്യങ്ങൾ മുന്നോട്ട് പോയതിൽ വേഗത്തിൽ പോലീസിന് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം ഒരു മിസ്സിംഗ് കേസിൽ നിന്ന് തുടങ്ങിയതാണ്. ഒരു കുട്ടിയെ തിങ്കളാഴ്ച കാണാതാകുന്നു വൈകിട്ടോടുകൂടി. പിന്നീട് ചൊവ്വാഴ്ച പുലർച്ചെയോടെ കുട്ടിയുടെ മൃതദേഹം ലഭിക്കുന്നു. സ്വന്തം അമ്മ മൊഴി കൊടുക്കുന്നു ഈ കുട്ടിയെ താൻ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞതാണ് എന്ന്. അതിനുശേഷം തിരച്ചിൽ നടത്തി കുട്ടിയുടെ മൃതദേഹം ലഭിക്കുന്നു. കുട്ടിക്ക് വേണ്ടി ജീവനോടെ കുട്ടിയെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ മൃതദേഹം ലഭിക്കുന്നത്. അതിനുശേഷം ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടത്തി കുട്ടിയുടെ സംസ്കാരം പൂർത്തിയാകുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർക്ക് ഫോറൻസിക് സർജന് തോന്നിയ സംശയങ്ങൾ, ഫോറൻസിക് സർജന് കിട്ടിയ വിവരങ്ങൾ, അത് തന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. ഈ ഫോറൻസിക് സർജന്റെ വിവരങ്ങളെല്ലാം തന്നെ പോലീസിന് കൈമാറുന്നു. ഈ കുട്ടിയുടെ സംസ്കാരം പൂർത്തിയായ ഉടനെ തന്നെ പോലീസ് ഒരു സംശയിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നു. അതിൽ 3 പേരുകളാണ് ഉണ്ടായിരുന്നത്. ഇവരെ അന്ന് തന്നെ 7 മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യൽ 12:30 വരെ പോകുന്നു. അതിനുശേഷം ഇന്നലെ 12 മണിയോടുകൂടി ഈ പ്രതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അയാൾ പോലീസിനോട് അയാളുടെ കുറ്റസമ്മത മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ റാഫി പറഞ്ഞതുപോലെ ഇനി ഈ കേസിൽ നിർണായകമാകാൻ പോകുന്നതും അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന് പോലീസ് കരുതുന്നത് ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്കാണ്. അവരെ കസ്റ്റഡിയിൽ കിട്ടിയതിന് ശേഷമായിരിക്കും കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ പോകുന്നത് പോലീസ്. അപ്പോൾ ഈ കേൾക്കുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ കേരളം ഞെട്ടിയാണ് രാവിലെ ഈ വാർത്ത കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. നടുക്കുന്ന വാർത്ത എന്ന് നാട്ടുകാരും അതുപോലെ അവിടുത്തെ ജനപ്രതിനിധികളും ആ കുഞ്ഞിനെ പഠിപ്പിച്ച അല്ലെങ്കിൽ അംഗനവാടിയിലുണ്ടായ അധ്യാപികയും ഒക്കെ പറയുന്നത് വെറുതെയല്ല. അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിവരങ്ങളാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. 24 അന്വേഷണം തുടരുന്നു. പാതയിൽ പാളിച്ചയോ? കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണത്തിലെ വീഴ്ച പരിശോധിക്കാൻ 3 അംഗ സംഘത്തെ നിയോഗിച്ചു കേന്ദ്രം. IIT വിദഗ്ധർ അടങ്ങുന്നതാണ് ഈ സംഘം. വിനീത VG വിശദാംശങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. വിനീത, ഈ സംഘത്തിൽ ആരൊക്കെയാണുള്ളത്? ഇന്നലെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ സന്ദർശിച്ച ET മുഹമ്മദ് ബഷീറിന് അത്തരമൊരു ഉറപ്പ് ലഭിച്ചിരുന്നു. IIT വിദഗ്ധരൊക്കെ ഉൾപ്പെടുന്ന സംഘത്തെ കേരളത്തിലേക്ക് അയക്കുമെന്നത്. ആ സംഘത്തെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഈ ദേശീയപാതയിലുണ്ടായ അപാകതയിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഈ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ ET മുഹമ്മദ് ബഷീറും നമ്മളോട് അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ 3 അംഗ സമിതിയെ, 3 അംഗ അന്വേഷണ സംഘത്തെ കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ IIT വിദഗ്ധരടക്കം ആ സംഘത്തിലുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ സംഘം കേരളത്തിൽ ഈ അപാകതകൾ ഉണ്ടായ മേഖലകൾ സന്ദർശിക്കും. അവിടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തും. ശേഷം വിശദമായിട്ടുള്ള റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ആ റിപ്പോർട്ടിന്മേൽ കടുത്ത നടപടിയെടുക്കേണ്ട ഒരു ഘട്ടമുണ്ട് എങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു നീക്കം നടത്താൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. കാരണം ഇന്നലെ തന്നെ നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, ഈ കരാർ കമ്പനി അടക്കം ഡീബാർ ചെയ്തുകൊണ്ടുള്ള കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുള്ളതായി കണ്ടെത്തിയാൽ അവർക്കെതിരെയും കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ വിഷയം വളരെയധികം ഗൗരവതരമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യുന്നത്. ഇന്നലെ വിശദമായിട്ടുള്ള ഒരു കത്ത് കൂടി MP ET മുഹമ്മദ് ബഷീർ നൽകിയിട്ടുണ്ടായിരുന്നു. ആ കത്തിന്മേൽ അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളൊപ്പം തന്നെ ഈ ചില പ്രശ്നങ്ങൾ ഈ മേഖലകളിൽ ഉള്ളതായി നേരത്തെ തന്നെ അവിടെയുള്ള പ്രദേശവാസികൾ അറിയിച്ചിരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഈ വിഷയം വളരെ ഗൗരവതരമായി കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. MP-യുടെ മുന്നിൽ വെച്ച് തന്നെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്യോഗസ്ഥരുമായൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഈ സംഘം കേരളത്തിലേക്ക് എത്തി ഈ മേഖലകൾ സന്ദർശിക്കും. ശേഷം വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകും. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്.
യെസ്, IIT വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു സംഘമാണ് കേരളത്തിലേക്ക് വരാൻ പോകുന്നത്. ഈ മേഖലകളിലെത്തും, ഇവിടുത്തെ പരാതികൾ പരിശോധിക്കും, എന്താണ് തുടർ നടപടി എന്നത് ദേശീയപാത അതോറിറ്റിക്ക്, കേന്ദ്ര സർക്കാരിന് ഈ വിദഗ്ധ സമിതി നൽകുന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരിക്കും അതിൻ്റെ അടുത്ത ഘട്ട നീക്കങ്ങൾ ഉണ്ടാവുക. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മുസ്ലിം യൂത്ത് ലീഗ് കൂരിയാട് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. അപകട സ്ഥലത്ത് ഇന്നലെ പരിശോധന നടത്തിയ വിദഗ്ധ സംഘം ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. ദേശീയപാത നിർമ്മാണത്തിൽ അശാസ്ത്രീയത ആരോപിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധവുമായി എത്തിയത്. പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത് ഗതാഗത കുരുക്കിന് ഇടയാക്കി. നിർമ്മാണത്തിലെ വീഴ്ച നിയമസഭയിലടക്കം ചൂണ്ടിക്കാണിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് ലീഗ് MLA-മാർ. ജില്ലാ വികസന സമിതി യോഗത്തിൽ MLA-മാർ നിരന്തരമായി ഇതിലെ അപാകതകളെ സംബന്ധിച്ച് ഓരോ പ്രദേശത്തെയും കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. പത്രങ്ങളിൽ അതെല്ലാം വന്നിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു പദ്ധതി ഏറ്റെടുക്കുമ്പോൾ ആ പദ്ധതിയുടെ DPR-നെ സംബന്ധിച്ചോ അതിൻ്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചോ ജനപ്രതിനിധികളുമായോ ജില്ലയിലെ ലീഡർഷിപ്പുമായോ യാതൊരുവിധ ചർച്ചയും ബന്ധപ്പെട്ട നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റോഡിന് വിള്ളൽ വന്ന ഇടങ്ങളിൽ പ്രതീകാത്മകമായി യൂത്ത് ലീഗ് പശ ഒഴിച്ചൊട്ടിച്ച് പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രിയുടെയും മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെയും ചിത്രമുള്ള മുഖംമൂടി ധരിച്ചായിരുന്നു പ്രതിഷേധം. കൂരിയാട് പരിശോധന നടത്തിയ വിദഗ്ധ സംഘം ദേശീയപാത അതോറിറ്റിക്ക് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. റോഡിന് താഴെയുള്ള മണ്ണുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ദേശീയപാത തകരാൻ കാരണമെന്നാണ് വിദഗ്ധ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. ദേശീയപാത തകരാനുള്ള കാരണമെന്ത്, നിർമ്മാണത്തിൽ അപാകതകളുണ്ടോ, ഇനി റോഡ് എങ്ങനെ പുനർനിർമ്മിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാകും റിപ്പോർട്ട്. 24 തിരൂർ. കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൽ അലൈൻമെന്റിനെ കുറിച്ചുള്ള ജനപ്രതിനിധികളുടെ വിയോജിപ്പ് സംസ്ഥാന സർക്കാർ തള്ളിക്കളഞ്ഞുവെന്ന് BJP നേതാവ് V മുരളീധരൻ. നിലവിലുള്ള അലൈൻമെന്റ് തന്നെ പൂർത്തിയാക്കണമെന്ന് വാശി പിടിച്ചു. ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പരിശോധിക്കുമെന്നും V മുരളീധരൻ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ MLA-മാരും ജനപ്രതിനിധികളും ഈ അലൈൻമെന്റിനെ കുറിച്ച് ഉള്ള അവരുടെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു എന്നാണ്, അല്ലെങ്കിൽ പ്രകടിപ്പിച്ചിരുന്നു എന്നാണ്. ആ എതിർപ്പിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള അലൈൻമെന്റിനനുസരിച്ച് തന്നെ പണി നടത്തണം എന്ന് തീരുമാനിച്ച ആളുകൾ അവിടെ നിന്ന് വല്ല കമ്മീഷനും കിട്ടും എന്നുള്ളത് കൊണ്ടാണോ അങ്ങനെ തീരുമാനിച്ചത് എന്ന് അന്വേഷണത്തിലൂടെ കണ്ടുപിടിക്കാൻ കഴിയും. ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ കണ്ടെത്തി ഉചിതമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രീ നിതിൻ ഗഡ്കരിജിയോടും ഞാൻ ആവശ്യപ്പെടുന്നത്. ചാവക്കാട് മണത്തലയിൽ ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ വിദഗ്ധ സമിതി ഇന്ന് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. അതിനിടെ വിള്ളൽ കണ്ടെത്തിയ ഭാഗം കരാർ കമ്പനി ടാർ മിശ്രിതം ഉപയോഗിച്ച് അടച്ചു. തൃശൂർ ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സുനീഷ് കുമാർ MLA-യുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം തുടങ്ങി. ദേശീയപാതയിൽ മണത്തലയിൽ വിള്ളൽ കണ്ട പ്രദേശം പരിശോധിച്ച വിദഗ്ധ സംഘം ഇന്ന് ജില്ലാ കളക്ടർക്ക് വിശദമായ റിപ്പോർട്ട് നൽകും. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. അതിനിടെ ദേശീയപാതയിലെ വിള്ളലിൽ പ്രതിഷേധിച്ച് UDF പ്രവർത്തകർ ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. തൃശൂർ ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽ പ്രതിഷേധിച്ച് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് കൊരട്ടിയിൽ ഉപവാസ സമരം ആരംഭിച്ചു. അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് കുതിരാൻ മുതൽ അങ്കമാലി വരെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാണ് ആവശ്യം. 24 തൃശൂർ. കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ ഗുരുതര ആരോപണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രീണനത്തിന്റെ ഭാഗമായി DPR-കളിൽ മാറ്റം വരുത്തി. ഇതാർക്കു വേണ്ടി മാറ്റി എന്നതിൽ അന്വേഷണം വേണം. കരാറുകാരെ മാത്രം കുറ്റപ്പെടുത്താനാകില്ല. വിഷയത്തിൽ ആവശ്യമായ നടപടികൾ കേന്ദ്രം സ്വീകരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ചില DPR-കൾ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയെടുത്ത്
ഒരുപക്ഷെ വയബിൾ അല്ലാത്ത കൺസ്ട്രക്ഷനിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ എന്താണ് ഈ ഇടിഞ്ഞ ആ പോർഷനെ കുറിച്ച് എന്താ പറയുന്നത്? അത്രയും ഹൈറ്റിലേക്ക് ഈ കെട്ടുകൊണ്ട് താങ്ങില്ല, ആണോ? അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ അതിനെന്തായിരുന്നു പ്രതിസംവിധാനം? ഇതിനൊരു DPR 1 ഉണ്ടായിരുന്നോ? അത് നമ്മൾ ഫോളോ ചെയ്തോ? എവിടെയാണ് DPR 1 മാറ്റി DPR 2? അതും പോരാഞ്ഞിട്ട് DPR 3യിലേക്ക് പോയത് എവിടെയാണ്? വയൽക്കിളികൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത്? അന്വേഷിക്കണം. ഒരു ഒറിജിനൽ DPR ഉണ്ടായിരുന്നു, അത് ആർക്ക് വേണ്ടി മാറ്റി? പലയിടങ്ങളിൽ അന്വേഷിക്കും. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇപ്പോൾ നേരത്തെ വി മുരളീധരനും ഇപ്പോഴിതാ സുരേഷ് ഗോപിയും ഒരേ കാര്യമാണല്ലോ പറയുന്നത്. BJP നേതാക്കൾ എന്തൊക്കെയോ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തുകയാണ്. അപ്പോൾ എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ DPR 1, DPR 2, ഇപ്പോഴിതാ DPR 3 എന്നൊക്കെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നു. സംസ്ഥാന സർക്കാരിനെതിരെയാണോ ഈ ആരോപണം ഉന്നയിക്കുന്നത് BJP നേതാക്കൾ, കേന്ദ്രമന്ത്രി ഉൾപ്പെടെ? വിജയകുമാർ, BJP നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് ആ പ്രതികരണം സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് എതിരാണ് എന്നത് വ്യക്തമാണ്. ഈ ദേശീയപാത നിർമ്മാണത്തിലെ തകർച്ചയുമായി ബന്ധപ്പെട്ട പരസ്പരം പഴിചാരുകയാണ് ഈ BJPയും ഒപ്പം സംസ്ഥാന സർക്കാരും. ഈ ഘട്ടത്തിൽ കൂടിയാണ് സർക്കാരിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ BJP നേതാക്കൾ ഉന്നയിക്കുന്നത്. അതിൽ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞ കാര്യം ഈ പ്രീണനത്തിന്റെ ഭാഗമായി DPRൽ മാറ്റം വരുത്തി എന്നതാണ്. ഈ തകർച്ചയ്ക്ക് പിന്നിൽ സർക്കാരാണ് എന്നുള്ള ഒരു ആരോപണം, അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടുന്ന ആരോപണമാണ് കേന്ദ്രമന്ത്രി ഇന്ന് നടത്തിയിരിക്കുന്നത്. ഇതിൽ ഒറിജിനൽ DPR ഉണ്ട്, പക്ഷേ ഒരു DPR 1നും 2നും പിന്നാലെ DPR 3 നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ 2 DPRകൾക്കും എന്താണ് സംഭവിച്ചത് എന്നതാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചോദ്യം. ഇത് ആർക്ക് വേണ്ടിയാണ് ഈ DPRകളിൽ മാറ്റം വരുത്തിയത് എന്ന് അന്വേഷിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറയുന്നുണ്ട്. ഇത് തകർച്ചയുടെ കാരണം അതാണ് എന്നതാണ് ഈ സുരേഷ് ഗോപിയുടെ ആരോപണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ കരാറുകാരെ മാത്രം ഈ നിർമ്മാണത്തിലെ തകർച്ചയുമായി ബന്ധപ്പെട്ട് കുറ്റം പറയാൻ കഴിയില്ല. അവർ ഇത് സബ് കോൺട്രാക്ട് കൊടുത്തതാണ്. പക്ഷേ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഇത്രത്തോളം ഉയരത്തിൽ മണ്ണിട്ട് പൊക്കാനുള്ള ഒരു കാരണം തന്നെ ഈ DPRകളിൽ മാറ്റം വന്നതുകൊണ്ടാണ്. പലയിടങ്ങളിലും സംസ്ഥാനത്ത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട പലയിടങ്ങളിലും ഇത്തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന DPRകളിൽ നിന്ന് മാറ്റം വരുത്തി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ആർക്കൊക്കെയോ വേണ്ടിയാണ് അത്തരത്തിൽ DPRകൾ മാറ്റം വരുത്തിയത് എന്നതാണ് സുരേഷ് ഗോപി പറയുന്നത്. അത് ആർക്ക് വേണ്ടിയാണ് മാറ്റിയത് എന്ന് അന്വേഷിക്കണമെന്ന് പറയുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്രം കൃത്യമായി ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അടക്കം ഈ വിഷയം പരിശോധിക്കുന്നു എന്നതാണ് സുരേഷ് ഗോപി പറയുന്ന കാര്യം. ഈ തകർച്ചയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം നടക്കണമെന്ന് കൂടി സുരേഷ് ഗോപി പറയുന്നുണ്ട്. വിജയകുമാർ. യെസ്, BJP നേതാക്കൾ പ്രതികരണവുമായി രംഗത്ത് വരുന്നുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ്. അതിൽ കരാറുകാരെ മാത്രം കുറ്റപ്പെടുത്താനാകില്ല, ആർക്കു വേണ്ടിയാണ് DPRകളിൽ മാറ്റം വരുത്തത് എന്നാണ് കേന്ദ്രമന്ത്രി ചോദിക്കുന്നത്. നേരത്തെ സമാനമായ ചോദ്യം BJP നേതാവ് വി മുരളീധരനും ചോദിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഈ വിമർശനമെന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ അനൂസ് റോഷനെ കണ്ടെത്തി. മൈസൂരുവിലെ രഹസ്യ കേന്ദ്രത്തിലായിരുന്നു അനൂസിനെ പാർപ്പിച്ചിരുന്നത് എന്ന് പോലീസിന്റെ പിടിയിലാകുമെന്ന് ഭയന്ന് അന്വേഷണ സംഘം പാലക്കാട് ഇറങ്ങിയെന്നും DYSP സുഷീർ പറഞ്ഞു. അനൂസിനെ തട്ടിക്കൊണ്ടുപോയ സംഘം മൈസൂരിൽ നിന്ന് ടാക്സിയിൽ കയറ്റി വിടുകയായിരുന്നു. സംഭവത്തിൽ ടാക്സി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 17-ാം തീയതി കൊടുവള്ളിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ അനൂസ് റോഷനെ രഹസ്യമായിട്ട് മൈസൂരിൽ സൂക്ഷിച്ചു. പോലീസ് സംഘം അവിടെ എത്തി. പ്രതികൾക്കെതിരെയുള്ള ലുക്കൌട്ട് സർക്കുലറും മറ്റ് നോട്ടീസുകളും അവിടെ ഹോട്ടലുകൾ, റിസോർട്ടുകളിലൊക്കെ പോലീസ് സർക്കുലേറ്റ് ചെയ്തിരുന്നു. പ്രതികൾ പിടിയിലാവുമെന്ന അവസ്ഥ വന്നപ്പം അവർ കേരളത്തിലേക്ക് രക്ഷപ്പെടാൻ നോക്കി. വാഹനത്തിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു. പ്രതികൾ പോലീസിൻ്റെ സാന്നിധ്യം അറിഞ്ഞു പാലക്കാട് ഇറങ്ങി. തുടർന്ന് വാഹനം കൊണ്ടോട്ടിയിൽ വെച്ച് ഇൻ്റർഫിയർ ചെയ്തിട്ടാണ് അനൂസ് റോഷനെ ഞങ്ങളിപ്പോൾ മോചിപ്പിച്ചത്. ഇതൊരു ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. നേരിട്ടും അല്ലാതെയും ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 2 കേസുകളിലായിട്ട് 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും. ഇത്ര മാത്രമേ ഇപ്പം പറയാനുള്ളൂ. നടപടിക്രമങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. മകനെ കണ്ടെത്തിയതിൽ സന്തോഷമെന്ന് പിതാവ് റഷീദ് പറഞ്ഞു. DSP സാറെ വിളിച്ചെന്നെ പറഞ്ഞു മകനെ കിട്ടിയിട്ടുണ്ട്, ഞാൻ മകൻ്റെ അടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. സുഖമാണോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, അവൻ്റെ സംസാരത്തിലൊക്കെ അവന് വളരെ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല, ഒരാവശ്യതയോ പ്രശ്നങ്ങളോ ഒന്നും തോന്നുന്നില്ല. ബാക്കി എന്താ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പോലീസ് അന്വേഷണത്തെ കണ്ടെത്തിയ കാര്യങ്ങൾ പോലീസ് വിശദീകരിക്കും.
അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ഒരു ക്രൈം സിൻഡിക്കേറ്റിന്റെ ഭാഗം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇതിന് പിന്നിൽ ആരൊക്കെ? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അതിൻ്റെയൊക്കെ വിവരങ്ങൾ പൂർണ്ണമായി പുറത്തു വന്നിട്ടുണ്ടോ? വിജയകുമാർ, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അനൂസ് റോഷന്റെ സഹോദരനായ അജ്മൽ റോഷനുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകളാണ് ഈ ഒരു തട്ടിക്കൊണ്ടുപോകലിന് കാരണം എന്നതാണ് പ്രാഥമികമായി പോലീസിന് ലഭിക്കുന്ന വിവരം. ആ രീതിയിൽ തന്നെയാണ് അന്വേഷണവും പുരോഗമിക്കുന്നത്. അല്പസമയം മുൻപാണ് അനൂസ് റോഷനുമായി അന്വേഷണ സംഘം കൊടുവള്ളി സ്റ്റേഷനിലേക്ക് എത്തിയത്. നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം അനൂസ് റോഷനെ കോടതിയിൽ ഹാജരാക്കും. തുടർന്നാകും ബന്ധുക്കൾക്കൊപ്പം വിട്ടയക്കുക. ഇതിലിപ്പോൾ എങ്ങനെയാണ് അനൂസ് റോഷനെ കണ്ടെത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ DYSP മാധ്യമങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. ഈ തട്ടിക്കൊണ്ടുപോകലിനു പിന്നാലെ ഈ സംഘം അനൂസ് റോഷനുമായി നേരെ പോയത് മൈസൂരുവിലേക്കാണ്. അവിടെ ഒരു രഹസ്യ കേന്ദ്രത്തിലായിരുന്നു ഇയാളെ പാർപ്പിച്ചിരുന്നത്. പിന്നാലെയാണ് CCTV പരിശോധിച്ച ശേഷം പോലീസ് ആരൊക്കെയാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് എത്തിയത്. പിന്നാലെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. തുടർന്നാണ് ഒരു പ്രതിരോധത്തിലായ ഈ തട്ടിക്കൊണ്ടുപോയ സംഘം ഇയാളുമായി തിരികെ കേരളത്തിലേക്ക് പുറപ്പെട്ടത്. ഒരു ടാക്സി വിളിച്ചായിരുന്നു മൈസൂരുവിൽ നിന്ന് ഈ സംഘം കേരളത്തിലേക്ക് യാത്ര തിരിച്ചത്. പോലീസ് തങ്ങളുടെ പിന്നാലെയുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ സംഘം പാലക്കാട് ഇറങ്ങി. തുടർന്ന് ഈ ടാക്സി ഡ്രൈവറോട് അനൂസിനെ കൊണ്ടോട്ടിയിൽ ഇറക്കിവിടാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ കൊണ്ടോട്ടിയിലേക്കുള്ള യാത്രക്കിടെയാണ് മലപ്പുറം മോങ്ങത്ത് വെച്ച് പോലീസ് ഈ സംഘത്തെ, അതായത് ഈ ടാക്സി ഡ്രൈവറെയും ഒപ്പം അനൂസിനെയും കണ്ടെത്തുന്നത്. അവിടെ നിന്നാണ് ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. മുക്കത്ത് വെച്ച് വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷമാണ് കൊടുവള്ളി സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ ബാക്കിയാവുന്ന ചോദ്യങ്ങൾ വിജയകുമാർ, എന്തിനാണ് ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോകൽ നടന്നത് എന്നത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സഹോദരനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണോ ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലുള്ളത് എന്നതിൽ ഒരു സ്ഥിരീകരണം വേണം. അക്കാര്യത്തിലാണ് പ്രാഥമികമായ ആ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രതികൾ പിടിയിലാകാനുണ്ട്. 3 പേരാണ് പ്രധാനമായും ഈ കേസിന്റെ പ്രതിപ്പട്ടികയിലുള്ളത്. അവരെ പിടികൂടേണ്ടതുണ്ട്. അവർ എവിടെ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് പോലീസിന്റെ അന്വേഷണ പരിധിയിൽ ഇവരുണ്ട്. കൂടുതൽ അറസ്റ്റിലേക്ക്, അതായത് നിലവിൽ ഇപ്പോൾ 3 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഈ 3 പേരും ഈ പ്രതികളെ സഹായിച്ചവരാണ്. അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഒപ്പം തന്നെ ഈ കസ്റ്റഡിയിലുള്ള ടാക്സി ഡ്രൈവറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് നീക്കം നടത്തുന്നുണ്ട്. കൂടാതെ അനൂസ് റോഷനിൽ നിന്നും നിർണായകമായ ചില വിവരങ്ങളിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഏതായാലും അനൂസ് റോഷനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമാകും ബന്ധുക്കൾക്കൊപ്പം വിട്ടയക്കുക. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ കേസിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. വിശദമായ ചോദ്യം ചെയ്യലിന് തയ്യാറെടുക്കുകയാണ് പോലീസ്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരരെ മണ്ണിലൊടുക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിന്ദൂരം ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള വെടിമരുന്നായി. 22 മിനിറ്റിനുള്ളിൽ 9 ഭീകരവാദ കേന്ദ്രങ്ങളാണ് തകർത്തത്. നീതിയുടെ പുതിയ രൂപമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാക് ആക്രമണ ശ്രമമുണ്ടായ രാജസ്ഥാനിലെ ബിക്കാനീർ വ്യോമത്താവളം പ്രധാനമന്ത്രി സന്ദർശിക്കും. जो सिंदूर मिटाने निकले थे उन्हें मिट्टी में मिलाया है। जो हिंदुस्तान का लहू बहाते थे आज कतरे कतरे का हिसाब चुकाया है। जो सोचते थे भारत चुप रहेगा आज वो घरों में डूब डूब के पड़े हैं। जो अपने हथियारों पर घमंड करते थे आज वो मलबे के ढेर में दबे हुए हैं। ये शोध प्रतिशोध का खेल नहीं, ये न्याय का नया स्वरूप है। ये ऑपरेशन सिंदूर है। അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ന് 1 മാസമാവുകയാണ്. 1 മാസമായി ആ പഹൽഗാമിൽ നിരപരാധികളായ ആളുകളെ ഭീകരർ കൊലപ്പെടുത്തിയിട്ട്. അതിനിടയിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം തിരിച്ചടി നൽകുകയും ചെയ്തു. ഇപ്പോഴിതാ രാജസ്ഥാനിൽ പ്രധാനമന്ത്രി അത് തന്നെ വിശദീകരിക്കുകയാണ്. ഈ രാജ്യത്തോട് നടത്തിയ അഭിസംബോധന, അതിനുശേഷം വ്യോമസേന താവളത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം, ഇവിടെ രാജസ്ഥാനിലെ പ്രസംഗം, എല്ലാം വളരെ അഗ്രസീവായി പാകിസ്ഥാനെതിരെ നടത്തുന്ന പ്രസംഗം തന്നെയാണ്. ബിക്കാനീറിലേക്ക് വ്യോമതാവളം സന്ദർശിക്കാൻ പോകുന്നുമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ അച്യുതൻ?
വിജയകുമാർ, ഈ ബിക്കാനീറിലെ ദേശ് നോക്കിലാണ് ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ ഭാഷയിൽ ഭീകരവാദത്തിനെതിരെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെയും സംസാരിച്ചത്. അതിൽ പറയുന്നത് ഈ പെഹൽഗാം ഭീകരാക്രമണം മതം ചോദിച്ചായിരുന്നു ഭീകരർ ആക്രമണം നടത്തിയത്. അതായത് അത് ലക്ഷ്യമിട്ടത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയുമാണ് ആ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത്. ഒപ്പം തന്നെ ഇതിന് ശക്തമായ തിരിച്ചടി നൽകാൻ സായുധ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയായിരുന്നു. അതിനായി ആ സ്വാതന്ത്ര്യം നൽകിയതിന് പിന്നാലെയാണ് 22 മിനിറ്റിൽ 9 ഭീകര കേന്ദ്രങ്ങൾ സായുധ സേന തകർത്തത്. മറുപടി നൽകിയത് ഭീകരവാദികളുടെ മണ്ണിൽ ചെന്നാണ് ആ മറുപടി നൽകിയത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ ഈ സിന്ദൂരം, ഭീകരർ മായ്ച്ചു കളഞ്ഞ സിന്ദൂരം, ആ സിന്ദൂരം ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള വെടിമരുന്നായി മാറി എന്ന രീതിയിൽ ശക്തമായ ഭാഷയിൽ അതിന് മറുപടി നൽകുന്നുണ്ട്. രാജ്യം ആർക്ക് മുൻപിലും തലകുനിക്കില്ല, സിന്ദൂരം മായ്ക്കാൻ ശ്രമിച്ചവരെ ആ മണ്ണിൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞു. നീതിയുടെ പുതിയ രൂപമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയുടെ രൗദ്രഭാവമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകരാജ്യങ്ങൾ അറിഞ്ഞത്. ആദ്യമായാണ് ഭീകരവാദികളുടെ ഹൃദയത്തിൽ പ്രഹരമേൽപ്പിക്കുന്നത്. ഇതിനു മുൻപ് പല സൈനിക നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായെങ്കിലും ഇതാദ്യമായാണ് ഭീകരരുടെ ഹൃദയം തകർക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ മറുപടി നൽകിയത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരവാദ ആക്രമണങ്ങൾ ഇനിയും ഉണ്ടായാൽ തക്കതായ മറുപടി അത് ഇനിയും നൽകും. ആറ്റം ബോംബ്, പാകിസ്ഥാൻ്റെ ആറ്റം ബോംബ് ഭീഷണിയിൽ രാജ്യം പേടിക്കുകയില്ല. ഭീകരവാദത്തെയും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിനെയും രണ്ടായി കാണാൻ കഴിയില്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നു. പാകിസ്ഥാൻ്റെ കപടമുഖം തുറന്നു കാട്ടാൻ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ ഇനിയും ശ്രമിക്കും. എപ്പോഴൊക്കെ പാകിസ്ഥാൻ ആക്രമണത്തിന് ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം പരാജയപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് എന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ പാകിസ്ഥാനോട് ഇനിയൊരു ചർച്ചയുണ്ടെങ്കിൽ അത് വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാകില്ല, മറ്റൊന്നുമായി ഇനി ഉണ്ടാകില്ല. ആകെക്കൂടി ഇനിയൊരു ചർച്ച ഉണ്ടെങ്കിൽ അത് POKയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും ഇനിയൊരു ചർച്ച നടക്കുക എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം രാജസ്ഥാനിലെ ബിക്കാനീറിലെ വ്യോമത്താവളം പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. പാകിസ്ഥാൻ അവിടെ ആക്രമിക്കാൻ ഒരു വിഫല ശ്രമം നടത്തിയിരുന്നു. അവിടെ പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. അല്പസമയത്തിനകം അവിടെ അദ്ദേഹത്തിന്റെ സന്ദർശനം ഉണ്ടാകും. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനുള്ള MPമാരുടെ സംഘത്തിന്റെ വിദേശ പര്യടനം തുടരുകയാണ്. സഞ്ജയ് കുമാർ ഝായുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം ടോക്കിയോയിലും ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘം UAEയിലും എത്തി. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാക് ഭീകരത തുറന്നുകാട്ടാനും ഓപ്പറേഷൻ സിന്ദൂറും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടും വിശദീകരിക്കാനും ലക്ഷ്യമിട്ടാണ് സന്ദർശനം. സഞ്ജയ് കുമാർ ഝായുടെ നേതൃത്വത്തിൽ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെട്ട സംഘത്തെ ടോക്കിയോ വിമാനത്താവളത്തിൽ ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് സ്വീകരിച്ചു. ജാപ്പനീസ് വിദേശകാര്യമന്ത്രി തകേഷി ഇവായയുമായി ഇന്ത്യൻ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തി. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘം അബുദാബിയിലെത്തി. UAE സഹിഷ്ണുതാകാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൽ മുബാറക് അൽ നഹ്യാൻ, പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അലി റാഷിദ് അൽ ന്യൂഐമി, നാഷണൽ മീഡിയ ഓഫീസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ജമാൽ അൽ കാബി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വെള്ളിയാഴ്ച അൻവർ ഗർഗാഷ് ഡിപ്ലോമാറ്റിക് അക്കാദമി ഡയറക്ടർ ജനറൽ നിക്കോളായ് മ്ലാഡനോവിനെയും സംഘം സന്ദർശിക്കും. DMK MP കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം റഷ്യയിലേക്ക് തിരിച്ചു. ഒരു രാജ്യവും ഭീകരവാദത്തിനെതിരെ നിശബ്ദത പാലിക്കുമെന്ന് കരുതുന്നില്ലെന്ന് യാത്ര തിരിക്കും മുമ്പ് കനിമൊഴി. ശശി തരൂർ, സുപ്രിയ സുലെ, രവിശങ്കർ പ്രസാദ്, ജയന്ത് പാണ്ഡെ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ അടുത്ത ദിവസങ്ങളിൽ യാത്ര തിരിക്കും. 24 ഡൽഹി. ഡൽഹിയിലെ പാക് ചാരസംഘടനയുടെ ഭീകരാക്രമണ പദ്ധതി തകർത്ത് രഹസ്യാന്വേഷണ ഏജൻസികൾ. ISI ചാരൻ അൻസാറുൽ മിയ അൻസാരി അടക്കം 2 പേർ അറസ്റ്റിലായി. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരും ഈ ശൃംഖലയുടെ ഭാഗമായി എന്നാണ് സൂചന. പാകിസ്ഥാൻ സഹായത്തോടെ രാജ്യതലസ്ഥാനത്ത് ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതിയാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ തകർത്തത്. ആക്രമണത്തിനായി ISI നിയോഗിച്ച അൻസാറുൽ മിയ അൻസാരി ഉൾപ്പെട്ട ഭീകരരുടെ സംഘം ഡൽഹിയിലെ സൈനിക കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു. ജനുവരിയിലാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. ISI ചാരൻ നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് എത്തുമെന്നായിരുന്നു വിവരം. തുടർന്ന് അന്വേഷണ സംഘം ഭീകരർക്കായി കെണിയൊരുക്കി. അൻസാറുൽ മിയ അൻസാരി ഉൾപ്പെടെ ഉന്നത പരിശീലനം ലഭിച്ച 2 പേരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഇരുവരെയും തിഹാർ ജയിലിലേക്ക് മാറ്റി. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥർക്കും ശൃംഖലയിൽ പങ്കുണ്ടെന്നാണ് വിവരം. യൂട്യൂബറായ ജ്യോതി മൽഹോത്രയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്ന
ഡാനിഷ്, മുസമ്മിൽ എന്നിവരും പദ്ധതിയിൽ പങ്കാളികളായിരുന്നോ എന്നും സംശയമുണ്ട്. വിനീത VG 24 ഡൽഹി. ജമ്മുകാശ്മീരിലെ കിഷ്ത്വാറിൽ 2 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. സിംഗ്പോരയിലെ ശത്രു മേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. പ്രദേശത്ത് സുരക്ഷാ സേനയുടെ തെരച്ചിൽ തുടരുകയാണ്. മേഖലയിൽ 4 ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ തെരച്ചിൽ തുടങ്ങിയത്. രാവിലെ സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരർ വെടിയുതിർത്തതോടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. കൊല്ലപ്പെട്ടത് സൈഫുള്ള ഗാംഗിൽ ഉൾപ്പെട്ട ഭീകരർ ആണെന്നാണ് സൂചന. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം 8 ദിവസത്തിനിടെ 3 ഏറ്റുമുട്ടലുകളിലായി 8 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. അമേരിക്കയിൽ 2 ഇസ്രായേലി എംബസി ഉദ്യോഗസ്ഥർ വെടിയേറ്റു മരിച്ചു. സംഭവത്തിൽ പ്രതി പിടിയിലായി. കൊലപാതകം ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി എന്നാണ് പ്രതിയുടെ മൊഴി. അക്രമം ജൂതവിരോധത്തിൽ നിന്നുണ്ടായതാണെന്നും വേദനാജനകമാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. വാഷിംഗ്ടൺ DC-യിൽ ജൂത മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഇരുവർക്കും വെടിയേറ്റതെന്ന് US ഹോംലൻഡ് സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റി നോം പറഞ്ഞു. സംഭവത്തിൽ ഷിക്കാഗോ സ്വദേശി ഏലിയാസ് റോഡ്രിഗ്സ് ആണ് പിടിയിലായത്. അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ പ്രതി പലസ്തീനെ സ്വതന്ത്രമാക്കുക എന്ന് മുദ്രാവാക്യം വിളിച്ചതായി റിപ്പോർട്ടുണ്ട്. സംഭവസമയത്ത് നിരവധി ഇസ്രയേലി ജീവനക്കാർ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്നു. അക്രമം ജൂതവിരോധത്തിൽ നിന്നുണ്ടായതെന്നും വേദനാജനകമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഗസയിൽ ഇസ്രയേൽ അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് കൊലപാതകമെന്നാണ് സൂചന. ഇതിനിടെ ഗസയിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലെന്ന് UN റിപ്പോർട്ട് ചെയ്യുന്നു. ഗസയിലേക്കുള്ള ഭക്ഷ്യവിതരണം മാർച്ച് 2 മുതൽ 11 ആഴ്ചക്കാലം ഇസ്രയേൽ തടഞ്ഞിരുന്നു. ഭക്ഷ്യവിതരണം പുനരാരംഭിച്ചെങ്കിലും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി അനുമതി നൽകിയത് 98 ട്രക്കുകൾക്ക് മാത്രമാണ്. 9000 ട്രക്കുകൾ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ബന്ദികളെ പൂർണ്ണമായി വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇസ്രയേൽ നടപടി. വെസ്റ്റ് ബാങ്കിൽ ജനീൻ അഭയാർത്ഥി ക്യാമ്പ് സന്ദർശിക്കാനെത്തിയ വിദേശ നയതന്ത്ര പ്രതിനിധികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രയേലി എംബസി ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ കണ്ണൂർ കുപ്പത്തെ DPRൽ അപാകതയുണ്ടെന്ന് സമ്മതിച്ച് ദേശീയപാത അതോറിറ്റി. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കും. വെള്ളം വഴിതിരിച്ച് കുപ്പം പുഴയിലേക്ക് വിടാനുള്ള സാധ്യത ദേശീയപാത അതോറിറ്റി പരിശോധിക്കുകയാണ്. You have seen some channelization we have done for the water. We are protecting with the soil bag. Okay. So the further all the houses will be get protected from the heavy water. Okay. In the meantime, we are planning to divert the other catchment area water to other way. We will find with the help of local panchayat people and other places where we can put the storm water. Soil protection we are doing. There is no such problem. Design is there, that will not collapse. The thing is, we have to take time, and with the time it will be get it done. Proper way it will get done. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. കണ്ണൂരിൽ നിന്ന് അരുൺ, ഈ ജനങ്ങൾ, അവിടുത്തെ പ്രദേശവാസികൾ പറയുന്ന പ്രശ്നങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള പ്രതികരണമാണോ, അതോ കണ്ണിൽ പൊടിയിടാൻ ഈ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്ന് തലയൂരാനുള്ള നീക്കമാണോ? ഉദ്യോഗസ്ഥന്റെ വിശദീകരണം തൃപ്തികരമാണോ നാട്ടുകാർക്ക്? വിജയകുമാർ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാട്ടുകാർ 27-ാം തീയതി, ഈ മാസം 27 വരെയാണ് കാത്തിരിക്കുക. അതിനപ്പുറത്തേക്ക് ഈ പ്രശ്നത്തിൽ പരിഹാരം കാണുന്നതിൽ വീണ്ടും താമസമുണ്ടായാൽ പ്രതിഷേധത്തിലേക്ക്, കൂടുതൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കും എന്നറിയിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഇന്നലെ നാട്ടുകാരുമായി ദേശീയപാത അതോറിറ്റിയുടെ അധികൃതർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് അങ്ങനെ ഒരു സമവായത്തിലെത്തിയത്. അതിന് പിന്നാലെയാണ് ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധർ, അവരുടെ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള സംഘം ഇന്ന് ഈ സ്ഥലം സന്ദർശിച്ചത്. അതോടൊപ്പം ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതർ, വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈ സ്ഥലം പരിശോധിച്ചതിന് ശേഷം നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കും. അതിന് കുറച്ച് താമസം, അതായത് കുറച്ച് സമയം ആവശ്യമാണ് എന്നതാണ് അവർ പറയുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, DPR ഉൾപ്പെടെ DPR തയ്യാറാക്കിയതിലും അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവൃത്തിയിലും അപാകതയുണ്ട്. ഈ ജനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആശങ്കകൾ അത് ശരിയാണെന്ന് ദേശീയപാത അതോറിറ്റി സമ്മതിക്കുകയാണ്. അതിനുവേണ്ട പരിഹാര നടപടികൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് പറയുന്നത്. നിലവിൽ ഈ
ഈ റോഡിൽ നിന്ന്, അതായത് ദേശീയപാതയിൽ നിന്ന് കുന്നിടിച്ച ഭാഗത്ത് നിന്ന് വ്യാപകമായി ചെളിവെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങുന്നു, മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നു. താഴത്തെ ജനവാസ മേഖലയിൽ ഇത് വലിയ ദുരിതം സൃഷ്ടിക്കുന്നു. ഇത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു എന്നതാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത്. അതിനായി ഈ വെള്ളം വഴിതിരിച്ച് കുപ്പം പുഴയിലേക്ക് വിടുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ്. അതുൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ അവർക്ക് അല്പം താമസം വേണം, അല്ലെങ്കിൽ അല്പം സമയം വേണം എന്ന് അവർ പറയുകയാണ്. പക്ഷേ 27-നകം ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകും എന്നതാണ് നാട്ടുകാർ അറിയിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു ഇത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മറ്റ് പ്രവർത്തികൾ ഇവിടെ ആരംഭിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഇന്ന് പരിശോധന മാത്രമാണ് നടന്നിട്ടുള്ളത്. അതെങ്ങനെയാവും എന്ന കാര്യം കണ്ടു തന്നെ അറിയണം. ശരി, ഏതായാലും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്നൊരു ഉറപ്പാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. ഈ വെള്ളം വഴിതിരിച്ച് പുഴയിലേക്ക്, കുപ്പം പുഴയിലേക്ക് വിടാനുള്ള സാധ്യതയൊക്കെ പരിശോധിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് സ്വീകാര്യമായ തൃപ്തികരമായ ഒരു സൊല്യൂഷൻ കണ്ടെത്തുമോ എന്നത് അടുത്ത ദിവസങ്ങളിലേ വ്യക്തമാകും. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. മറ്റൊരു പ്രധാന വാർത്ത കൂടി വരുന്നു. ഡാമുകൾക്ക് സമീപത്തെ ക്വാറികൾക്ക് ബഫർ സോൺ പ്രഖ്യാപിച്ച ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കാൻ നിർദ്ദേശം. മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഈ നിർദ്ദേശം നൽകിയത്. ഡാമുകൾക്ക് സമീപത്തെ ക്വാറികൾക്ക് 200 മുതൽ 300 മീറ്റർ വരെയാണ് ബഫർ സോൺ പ്രഖ്യാപിച്ചിരുന്നത്. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, നേരത്തെ ചർച്ചയായതാണ് ഈ നിർദ്ദേശവും ഉത്തരവും ഒക്കെ. എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? വിജയകുമാർ, 2025 ജനുവരി 20-നാണ് സംസ്ഥാനത്തെ ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ പ്രഖ്യാപിച്ചുകൊണ്ട് ജലവിഭവ വകുപ്പ് ഉത്തരവിറക്കിയത്. ഇതിനൊപ്പം ഡാമിന് സമീപം പ്രവർത്തിക്കുന്ന ചെറിയ ക്വാറികൾക്ക് 200 മീറ്റർ ദൂരപരിധി ബഫർ സോണും, ഒപ്പം തന്നെ വലിയ ഡാമുകളുടെ സമീപം പ്രവർത്തിക്കുന്ന ക്വാറികൾക്ക് 300 മീറ്റർ ബഫർ സോണും പ്രഖ്യാപിച്ചിരുന്നു. നിയമസഭയിൽ ഈ വിഷയം ചർച്ചയായപ്പോൾ തുടർന്ന് ഡാമുകൾക്ക് ചുറ്റുമുള്ള ബഫർ സോൺ തീരുമാനം ജലവിഭവ വകുപ്പ് പിൻവലിക്കുന്നതായി ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ സഭയിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ക്വാറികളുടെ കാര്യത്തിലെ ബഫർ സോൺ നിർദ്ദേശം ഇപ്പോഴും നിലനിൽക്കുകയായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പാറയും മെറ്റലും മറ്റും ലഭിക്കാത്ത സാഹചര്യത്തെ തുടർന്ന് ഇപ്പോൾ ഈ നിർദ്ദേശവും പിൻവലിക്കുന്നു എന്നാണ് ഇപ്പോൾ ജലവിഭവ വകുപ്പ് അറിയിക്കുന്നത്. 2025 ജനുവരി 20-ന് പുറപ്പെടുവിച്ച ഉത്തരവ് പിൻവലിക്കും. അതോടുകൂടി ഈ ഡാമുകൾക്ക് സമീപത്തുള്ള ക്വാറികൾക്ക് പ്രവർത്തിക്കാൻ ജലവിഭവ വകുപ്പിൻ്റെ NOC വേണമെന്ന നിർദ്ദേശം കൂടി ഇല്ലാതാകും. ഇന്നോ നാളെയോ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കുമെന്നാണ് ഇപ്പോൾ ജലവിഭവ വകുപ്പ് അറിയിക്കുന്നത്. ശ്രീജിത്ത്, ഈ മഴ വരുന്നു എന്നൊരു പ്രശ്നം ഈ ഘട്ടത്തിൽ ജലവിഭവ വകുപ്പിന് ബാധകമല്ലേ? ഇപ്പോൾ പല ജില്ലകളിലും റെഡ് അലേർട്ടൊക്കെ വരുമ്പോൾ ക്വാറികളുടെ പ്രവർത്തനം ആകെ നിർത്തിവെക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു നിർദ്ദേശം വരുമ്പോൾ മഴക്കാലമാണ്, കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് തന്നെ ഉണ്ട് നേരത്തെ തന്നെ. അപ്പോൾ അത് ഈ ഘട്ടത്തിൽ പരിഗണനാ വിഷയമല്ല എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, ക്വാറികൾക്ക് പ്രവർത്തനാനുമതി കനത്ത മഴ സമയത്ത് കളക്ടർമാർ ഇടപെട്ട് അത് ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാറുണ്ട്. എന്നാൽ ഇത് വേറൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഈ ഡാമുകൾക്ക് സമീപം പ്രവർത്തിക്കുന്ന ക്വാറികൾക്ക് നിലവിൽ പ്രവർത്തിക്കാൻ ജലവിഭവ വകുപ്പിൻ്റെ NOC വേണമായിരുന്നു. ഈ ബഫർ സോൺ ഉത്തരവ് നിലവിലുള്ളതുകൊണ്ട്. എന്നാൽ ഈ ബഫർ സോൺ ഉത്തരവ് നിലനിൽക്കുന്ന മൂലം ക്വാറികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അതുമൂലം നിർമ്മാണ സാമഗ്രികളുടെ വില കൂടുന്നു. നിർമ്മാണ സാമഗ്രികൾ ആളായ പാറയും മെറ്റലും മറ്റും ലഭിക്കുന്നില്ല തുടങ്ങിയ പരാതികൾ കണക്കിലെടുത്താണ് ഈ പുതിയ തീരുമാനമെന്നാണ് ജലവിഭവ വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ വിജയകുമാർ സൂചിപ്പിച്ച പോലെയുള്ള പ്രശ്നം ഗൗരവതരമായുണ്ട്. ക്വാറികൾക്ക് യഥേഷ്ടം പ്രവർത്തനാനുമതി ലഭിക്കുന്ന സാഹചര്യമാണ് ഈ ബഫർ സോൺ ഉത്തരവ് പിൻവലിക്കുന്നതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. യെസ്, ഡാമുകൾക്ക് സമീപത്തെ ക്വാറികൾക്ക് 200 മുതൽ 300 മീറ്റർ വരെയായിരുന്നു ബഫർ സോൺ പ്രഖ്യാപിച്ചിരുന്നത്. ആ നിർദ്ദേശമാണ് ഇപ്പോൾ പിൻവലിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാണ് ഇപ്പോൾ അടിയന്തരമായി പിൻവലിക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർദ്ദേശം നൽകിയത്. വിശദാംശങ്ങളാണ് ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നൽകിയത്. മുനമ്പം വഖഫ് ഭൂമി തർക്കത്തിൽ സംസ്ഥാന സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് തയ്യാറായി. മുനമ്പം ജനതയെ മറ്റെവിടെയെങ്കിലും പുനരധിവസിപ്പിക്കുക അസാധ്യമാണെന്നും അവരെ മുനമ്പത്ത് തന്നെ നിലനിർത്തണമെന്നുമാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ ശുപാർശ. ഈ മാസം 31-നകം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും. ദേശീയതലത്തിൽ വരെ ചർച്ച ചെയ്യപ്പെട്ട മുനമ്പം വഖഫ് ഭൂമി പ്രശ്നത്തിൽ നിർണായക ശുപാർശയുമായാണ് സംസ്ഥാന സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. നിലവിലെ ഭൂവുടമകളെ ഇറക്കിവിടാൻ സാധിക്കില്ല എന്നതുൾപ്പെടെയാണ് ഹൈക്കോടതി ജസ്റ്റിസായിരുന്ന CN രാമചന്ദ്രന്റെ 70 പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. രമ്യമായിട്ട് പരിഹരിക്കാൻ ഒക്കുന്നില്ലെങ്കിൽ ഗവൺമെന്റിന് ഏറ്റെടുക്കാനുള്ള അധികാരം ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. മുനമ്പത്തെ താമസക്കാരെ പുനരധിവസിപ്പിക്കുക എളുപ്പമല്ല, സാധിക്കുകയല്ല. അവരെ അവിടെ തന്നെ നിലനിർത്തണം. ഒരു രീതിയിൽ അവരെ അവിടുത്തെ അവകാശങ്ങൾ നഷ്ടപ്പെടാൻ ഇടവരരുതെന്നാണ് ശുപാർശ. ഭൂമി വഖഫെന്ന് കോടതി കണ്ടെത്തിയാൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഭൂവുടമകൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നുമാണ് റിപ്പോർട്ടിലെ ശുപാർശ. ഈ മാസം 31-ന് മുൻപായി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് സമർപ്പിക്കാനാണ് കമ്മീഷന്റെ നീക്കം.
ഫറൂഖ് കോളേജും വഖഫ് ബോർഡുമായി സർക്കാർ പ്രശ്നപരിഹാരത്തിന് ചർച്ച നടത്തണമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ആവശ്യമെങ്കിൽ പൊതുതാൽപര്യം മുൻനിർത്തി മുനമ്പത്തെ ഭൂമി സർക്കാരിന് ഏറ്റെടുത്ത് പ്രദേശവാസികൾക്ക് നൽകാം. മുനമ്പം ജനതയുടെ റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെടരുതെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. 24 കൊച്ചി. സംസ്ഥാനത്ത് നാളെ മുതൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പ്. നാളെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേഘന മുരളി വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, എന്താണ് പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്? നാളെ മുതൽ സംസ്ഥാനത്ത് വ്യാപകമായി മഴ പെയ്യുമെന്നാണോ? വിജയകുമാർ, ഇന്ന് പൊതുവെ സംസ്ഥാനത്ത് പല ജില്ലകളിലും മഴ കുറവാണ്. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാലും 2 ജില്ലകളിൽ ഇപ്പോഴും യെല്ലോ അലർട്ട് തുടരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ പ്രതീക്ഷിക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. എന്നാൽ നാളെ മുതൽ മഴയുടെ ശക്തി വീണ്ടും വർദ്ധിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 12 ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. കൊല്ലം, തിരുവനന്തപുരം ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ശക്തമായ മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. അതിൽ പ്രധാനമായും ഇന്ന് മഴ കുറയാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് അറബിക്കടലിൽ വടക്കൻ ഗോവ തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ആ ന്യൂനമർദ്ദം ശക്തി വർദ്ധിക്കുന്നതാണ് ഇന്ന് കേരളത്തിലേക്ക് മഴ കുറയാനുള്ള സാഹചര്യമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നാളെ മുതൽ വീണ്ടും മഴയുടെ ഒരു ശക്തി വർദ്ധിച്ച് പിന്നീട് ഈ ബംഗാൾ ഉൾക്കടലിലെ അടക്കം ന്യൂനമർദ്ദ സാധ്യതയടക്കം ഈ കാലവർഷത്തെ അടക്കം ബാധിക്കുമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതിൽ ഇനി 24-25 ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഓറഞ്ച് അലർട്ട് അടക്കം തെക്കൻ വടക്കൻ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 25-ാം തീയതി ആവുമ്പോഴേ തന്നെ കേരളത്തിലേക്ക് കാലവർഷം എത്തുമെന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. എന്തായാലും വരുന്ന 3 ദിവസങ്ങളിൽ തന്നെ കേരളത്തിലേക്ക് കാലവർഷം പ്രതീക്ഷിക്കാം. ഇന്ന് മഴയുടെ അളവ് കുറവാണെങ്കിലും നാളെ മുതൽ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചാണ് മുൻകരുതലുകളടക്കം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയുടെ ദൃശ്യം വീണ്ടും ക്യാമറയിൽ പതിഞ്ഞു. കരുവാരക്കുണ്ട് സുൽത്താനായ എസ്റ്റേറ്റിന് സമീപം സ്ഥാപിച്ച ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത്. വയനാട് കബനിഗിരിയിൽ വീണ്ടും പുലി ഇറങ്ങി. മലപ്പുറം വണ്ണാർമലയിലും പുലിയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചു. വന്യമൃഗഭീതിയിലാണ് ഓരോ ദിവസം കഴിയുന്തോറും നാട്ടിലിറങ്ങിയ കാളികാവിലെ നരഭോജി കടുവയെ 8 ദിവസമായിട്ടും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിന് സമീപം സ്ഥാപിച്ച ക്യാമറയിൽ രാവിലെ 6 മണിക്ക് കടുവയുടെ ദൃശ്യം പതിഞ്ഞു. മദാരിക്കുണ്ട് എസ്റ്റേറ്റ് മേഖലകളിൽ വനം വകുപ്പ് തിരച്ചിൽ ആരംഭിച്ചു. 20 പേരടങ്ങുന്ന 3 സംഘങ്ങളായാണ് തിരച്ചിൽ. കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. മയക്കുവെടി വെക്കുന്നതിനുള്ള സംഘവും സജ്ജം. വയനാട് പുൽപ്പള്ളി കബനിഗിരിയിൽ വീണ്ടുമിറങ്ങിയ പുലി ആടിനെ കൊന്നു. കബനിഗിരി സ്വദേശി ജോയിയുടെ കൂട്ടിൽ കെട്ടിയിട്ട ആടുകളെയാണ് പുലി ആക്രമിച്ചത്. സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. പുലിയെ പിടികൂടാൻ അടിയന്തരമായി കൂട് സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. മലപ്പുറം മണ്ണാർമലയിൽ നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ വീണ്ടും പുലിയുടെ ദൃശ്യം പതിഞ്ഞു. നിരവധി തവണ പുലിയെ കണ്ടിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കരുവാരക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നാട്ടുകാർ രാത്രി പ്രതിഷേധ മാർച്ച് നടത്തി. 24 മലപ്പുറം. കേരള തമിഴ്നാട് അതിർത്തിയായ മലക്കപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ മലയാളി സ്ത്രീക്ക് ദാരുണാന്ത്യം. 75 വയസ്സുള്ള മേരിയാണ് മരിച്ചത്. അതിരപ്പിള്ളയിൽ നിർത്തിയിട്ടിരുന്ന കാർ കാട്ടാന തകർത്തു. കൊന്നിക്കുളത്തുമണ്ണിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്തി. മലക്കപ്പാറയിൽ തമിഴ്നാട് ചെക്ക് പോസ്റ്റിന് സമീപം ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് സംഭവം. ഷോളയാർ ഡാമിന്റെ വലതുകരയിലെ വീട്ടിൽ മേരിയും മകളും മാത്രമുള്ളപ്പോഴാണ് കാട്ടാനാക്രമണമുണ്ടായത്. ആന വീട് തകർക്കുമെന്ന ഭീതിയിൽ വീടിന് പുറത്തെ കൂടിയ മേരിയെ ആന പിന്തുടർന്ന് ആക്രമിച്ചു. മേരിയുടെ ഭർത്താവും മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിലെ കുക്കായ മകനും ഈ സമയം വീട്ടിലുണ്ടായിരുന്നില്ല. മേരിയെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രദേശത്ത് വന്യജീവി ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. അതിനിടെ അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിലും ഭീതി വിതച്ച് ഇന്നലെ കാട്ടാന ഇറങ്ങി. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ കാട്ടാന തകർത്തു. വെറ്റിലപ്പാറ വട്ടപ്പറമ്പിൽ ഷാജിയുടെ കാറാണ് കാട്ടാന തകർത്തത്. ഇന്ന് പുലർച്ചെ വെറ്റിലപ്പാറ പരിസരത്തിറങ്ങിയ ആനയെ ഓടിക്കുന്നതിനിടയിൽ ഷാജിയുടെ വീടിന്റെ മുൻഭാഗത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ പുറകുവശത്തെ ചില്ല് ആന തകർക്കുകയായിരുന്നു. പത്തനംതിട്ട കോന്നി കുളത്തുമണ്ണിൽ കാട്ടാന വീണ്ടും ജനവാസ മേഖലയിലെത്തി. നാട്ടുകാരും RRTയും ചേർന്ന് ആനയെ കാട് കയറ്റി. 2 ആഴ്ച മുൻപ് പ്രദേശത്ത് ആനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. 24 തൃശൂർ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രധാന റിപ്പോർട്ടിലേക്കാണ്. ദേശീയപാതാ നിർമ്മാണത്തിൽ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ. മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ കരാർ കമ്പനി KNR കൺസ്ട്രക്ഷനെ ഡീബാർ ചെയ്തു. വിനീത VG വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് വിനീത,
രാജ്യമെമ്പാടും ഏതാണ്ട് 8700 കിലോമീറ്റർ ഹൈവേ നിർമ്മിച്ചുവെന്ന് അവകാശപ്പെടുന്ന ഒരു കമ്പനിയാണിത്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ ഹൈവേ നിർമ്മാണത്തിൽ 2 റീച്ചുകളിലായി ഏതാണ്ട് 80 കിലോമീറ്ററോളം ദൂരം ഇവരാണ് നിർമ്മിക്കുന്നത്. അതിനിടെയാണ് ഈ അപാകത സംബന്ധിച്ച വിവരങ്ങൾ വരുന്നത്. അതിൽ അതിശക്തമായ കടുത്ത നടപടി തന്നെ കേന്ദ്ര സർക്കാർ എടുത്തു എന്ന് വേണം കരുതാൻ, അല്ലേ? ഉറപ്പായും വിജയകുമാർ, അതിശക്തമായിട്ടുള്ള കടുത്ത നടപടി തന്നെയാണ് കേന്ദ്രം എടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ഉണ്ട് എങ്കിൽ അവർക്കൊരു താക്കീത് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടി എന്ന് കൂടി വേണം നമുക്ക് കാണാൻ. ഈ KNR കൺസ്ട്രക്ഷനെ ഇപ്പോൾ ഡീബാർ ചെയ്തിരിക്കുകയാണ് കേന്ദ്രം. 2-അംഗ സമിതി നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ തേടുകയും പിന്നീട് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ കടുത്ത നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കമ്പനിക്ക് ഇനി തുടർ കരാറുകളിൽ പങ്കെടുക്കാനാകില്ല എന്നതുകൂടി ഉണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിൻ്റെതാണ് ഇങ്ങനെ ഒരു നടപടി. ഇതിന്റെ കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2-അംഗ സമിതി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലേക്കുള്ള കടുത്ത നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ കമ്പനിയിലെ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയം മുൻപാണ് ഈ പ്രത്യേക സമിതിയെ കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ദേശീയപാതയിലെ അപാകതകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇതാ കടുത്ത നടപടിയിലേക്ക് കൂടി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഏതാണെങ്കിലും ഈ സമിതി കേരളത്തിലേക്ക് എത്തുകയും ഈ വിവിധ മേഖലകളിൽ സന്ദർശനം നടത്തി. ഇതിനോടകം പല മേഖലകളിലും ദേശീയപാതകളിൽ ഉണ്ടായ അപാകതകൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ, കൂരിയാട് ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ സന്ദർശനം നടത്തി കൂടുതൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ റിപ്പോർട്ടിന്മേൽ ഇനി തുടർ നടപടികൾ കൂടി ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഏതാണെങ്കിലും ഇന്നലെ MP E.T. മുഹമ്മദ് ബഷീർ നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒപ്പം തന്നെ ഈ ദേശീയപാതയിലെ അപാകത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ തന്നെ നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഇത് ആ നടപടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിൻ്റെതാണ് ഇത്തരത്തിലേക്കുള്ള ഈ നടപടി എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ KNR കൺസ്ട്രക്ഷനെ ഡീബാർ ചെയ്തുകൊണ്ട് കടുത്ത നടപടിയിലേക്കാണ് കേന്ദ്രം എത്തിയിരിക്കുന്നത്. KNR കൺസ്ട്രക്ഷന് പുറമെ തന്നെ കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. ഇവർക്ക് ഇനിയുള്ള കരാറുകളിൽ പങ്കെടുക്കാൻ കഴിയില്ല. വിജയകുമാർ, അവരെ ഡീബാർ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാത റീച്ചുകളിൽ 77 കിലോമീറ്റർ നിർമ്മിക്കുന്നത് ഈ KNR ആണെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെ അവർ അവകാശപ്പെടുന്ന 8700 കിലോമീറ്റർ രാജ്യത്തെമ്പാടും ഹൈവേ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് ഈ വലിയ കമ്പനി അവകാശപ്പെടുന്നത്. ആന്ധ്ര കമ്പനിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KNR കൺസ്ട്രക്ഷൻ അത് വലിയ കമ്പനിയാണ്. അവർക്ക് നിരവധി ഓൺഗോയിങ് പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്. അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാം. അപ്പോൾ ആ വലിയ കമ്പനിയാണ് ഗുരുതരമായ വീഴ്ച വരുത്തിയെന്ന് പ്രാഥമികമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. കമ്പനിക്കെതിരെ കടുത്ത നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവരെ ഡീബാർ ചെയ്തിരിക്കുകയാണ്. അവർക്ക് ഇനിയുള്ള ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാൻ കഴിയില്ല. നേരത്തെ വിനീത പറഞ്ഞതുപോലെ ഇത്തരത്തിൽ വീഴ്ചകൾ കണ്ടെത്തിയാൽ എന്തായിരിക്കും നടപടി എന്നത് മറ്റു കമ്പനികളെ കൂടി ബോധ്യപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ ഈ നടപടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.